നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരണൊരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നവരൊന്നും അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഓരോ ജീവിതത്തിനകത്ത് അകപ്പെട്ടു പോയവരാ. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അതിനകത്ത് തുടരേണ്ടി വന്നവരും. അതുപോലെയാ നമ്മളും. ഇനി അമ്മ പറയേ, എനിക്ക് എവിടെയാ തെറ്റുപറ്റിപ്പോയത്? കൈതമുള്ളിൽ പിടിച്ച പോലെയാ. ഇങ്ങോട്ട് കൈ നീക്കിയാലും കൈ മുറിയും. ഞാൻ ആരെയാ രക്ഷിക്കേണ്ടത്? ആരുടെ ജീവിതം നിലനിർത്തി കൊടുക്കേണ്ടത്? എല്ലാത്തിനും ഉത്തരം തരാറുള്ള ഭഗവാൻ പോലും ഇക്കാര്യത്തിൽ മൗന. മോളെ, പറഞ്ഞു കേട്ടപ്പോ ഇതൊരു ചെറിയ കാര്യമല്ല. പെട്ടെന്നൊരു പരിഹാരം പറയാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല. നിന്റെ അവസ്ഥ നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മോൾക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം വേണം, അത്രയല്ലേ ഉള്ളൂ. അമ്മയെ വിശ്വാസമുണ്ടോ നിനക്ക്? എങ്കിൽ ഈ പ്രശ്നം അമ്മയ്ക്ക് വിട്ടേക്ക്. കൃത്യമായൊരു ഉത്തരം അമ്മ മോൾക്ക് തരാം. എന്നിട്ട് അമ്മ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഒരു ചുവടും നിനക്ക് തെറ്റിയിട്ടില്ല. ഒരു സ്വരം പോലും നീ തെറ്റി പാടിയിട്ടുമില്ല. പിന്നെ ജീവിതം ചില കളങ്ങളൊക്കെ വരച്ചിടും. നമ്മൾ അതിനകത്ത് വഴിയറിയാതെ ഇരുട്ട് മൂടി കുറേ നേരം നടക്കും. അമ്മയും നടന്നിട്ടുണ്ട് ഒരുപാട്. എന്നിട്ട് ഒരു നാള് ഒരു വെളിച്ചവുമായിട്ട് നീ എന്റെ മുന്നിൽ വന്നു. അതുപോലെ ഒരു പരിഹാരം, എന്റെ മോളെ വഴി നയിക്കുന്ന ഒരു വെളിച്ചം അമ്മ നിനക്കുണ്ടാക്കി തരും. അതുപോലെ എന്നാ ഞാൻ ക്ലാസ്സിലേക്ക്. ഇന്നിനി വേണ്ട, മോള് വീട്ടിലേക്ക് പൊയ്ക്കോ. മോള് വീട്ടിലേക്ക് പൊയ്ക്കോ മോളെ. ആദ്യം മനസ്സൊന്ന് തണുക്കട്ടെ, എന്നിട്ടാവാം ബാക്കിയൊക്കെ. ശരി. വഴികൾ മുഴുവൻ മുൾച്ചെടികളായിരുന്നു. അവൾക്ക് മുമ്പിലുള്ളത് മുൾക്കാടുകളാ. എന്റെ മോളുടെ ചിരിയും കളിയും ഒക്കെ ആ വേദനയ്ക്കകത്തു നിന്നുണ്ടാ. അല്ല ഏട്ടത്തി, ശ്യാമേ, ഇങ്ങനെ തളർന്നാലോ? മോളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാന്ന് വാക്ക് പറഞ്ഞല്ലേ? എന്നിട്ട് പരിഹരിക്കണം. എന്റെ മോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം പരിഹരിച്ചേ പറ്റൂ. രാധിക, നിക്ക്.
കാറിലേക്ക് കയറും. എനിക്ക് തന്നോട് അല്പം സംസാരിക്കണം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഏയ്, എന്താ തന്റെ ഉദ്ദേശം? പ്രിയങ്ക എന്തുകൊണ്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് തനിക്കറിയോ? ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചാൽ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകാൻ അവൾ വാക്ക് പറഞ്ഞു. ഞാനത് ചെയ്തത് നമുക്ക് വേണ്ടിയാ, ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് ഇന്ദ്രജിത് മേനോൻ എന്തോ പറഞ്ഞപ്പോഴേക്കും താൻ അഭിനയിക്കാൻ സമ്മതിക്കേണ്ട കാര്യം എന്താ? താൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല. ഇതെന്റെ തീരുമാനം. എനിക്ക് പകരം പ്രിയങ്കയാണ് അഭിനയിക്കുന്നെങ്കിൽ ഇവർ തമ്മിൽ പിരിയും. അതോടെ എന്റെ കുടുംബം ഇല്ലാതാവും. ഞാൻ അഹങ്കാരി എന്ന് തോന്നിയാലും കുഴപ്പമില്ല. തൽക്കാലം വരുന്ന എനിക്ക് വെറുപ്പിച്ചേ പറ്റൂ. ഞാൻ ചോദിച്ചത് കേട്ടില്ല താൻ? കേട്ടു. എന്നെ തേടി വന്ന അവസരം ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? അപ്പൊ ഇങ്ങനെയൊക്കെ താൻ ആഗ്രഹിച്ചിരുന്നു? ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും കാണില്ലേ? അത് ആരെങ്കിലും നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് നടക്കാറുണ്ടോ? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എടോ, എനിക്ക് തന്റെ പ്രശ്നം എന്താണെന്നറിയാം. തനിക്ക് എന്നെ ജീവനെ പോലെ ഇഷ്ടമാണെന്നും അറിയാം. പക്ഷേ പ്രിയങ്കയുടെ ജീവിതം, അവളുടെ ഭാവി, കുടുംബജീവിതം, ഇതൊക്കെയാണ് തന്റെ പ്രശ്നം. അതുകൊണ്ടാണ് പ്രിയങ്കയുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കിടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. എടോ, അല്പം സാവകാശം എനിക്ക് തന്നാ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കിക്കോളാം. നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ആരോടാ ചെന്ന് സംസാരിക്കാൻ പോകുന്നത്? കണിമംഗലത്തോ? അതോ ആറ്റുശ്ശേരിയിലോ? അതോ നാട്ടുകാരെടുത്തോ? ഭാര്യയുടെ ചേച്ചിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാല് ഇതിൽ ആരാ സമാധാനത്തോടെ കേട്ടു നിൽക്കുന്നത്? ആളുകൾ കളിയാക്കില്ലേ? കോവി വിളിക്കില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് വരണൊരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നവരൊന്നും അവർക്ക് ഇഷ്ടമുള്ള ജീവിതം അല്ല ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു രീതിയിൽ ഓരോ ജീവിതത്തിനകത്ത് അകപ്പെട്ടു പോയവരാ. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അതിനകത്ത് തുടരേണ്ടി വന്നവരും. അതുപോലെയാ നമ്മളും. നമുക്കിടയിലുണ്ടായ ബന്ധം, പ്രിയയും വരുണുമായിട്ടുണ്ടായ ബന്ധം, ഇതൊക്കെ സാഹചര്യമാ. അത് മുന്നോട്ട് പോയേ പറ്റൂ. മോട്ടിവേഷനൊക്കെ കൊള്ളാം. എടോ, മനസ്സിലുള്ളത് അടക്കി പിടിക്കാൻ മുമ്പേ നല്ല ബിരുദാണല്ലോ. എങ്ങനെയാണോ തനിക്കതൊക്കെ പറ്റുന്നേ? എങ്ങനെ ഞാൻ പെട്ടെന്ന് തനിക്കൊരു അന്യനായി? ഓ, ഇനിയിപ്പം നായികയായി സെലിബ്രിറ്റി ആയി കഴിഞ്ഞാല് പിന്നെ പുതിയ ജീവിതം, പുതിയ കൂട്ട്, പുതിയ സാഹചര്യങ്ങള്, അങ്ങനെയൊക്കെ ആവുമല്ലോ അല്ലേ? അതെ, അത് ഓർത്തിട്ട് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.